ആളുകളില് എത്ര പേരുടെ കയ്യിലാണ് ആർസിമിന്റെ പേനയുള്ളത്? അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ കൈ കൊടുത്തണ്ട, ഞാൻ ഒന്നും ചോദിക്കില്ലെന്നും ഒന്നും ചോദിക്കില്ല. ഒക്കെ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാനുള്ളതാണ് അല്ല. കയ്യിലുള്ള പേന നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു 10 രൂപയുടെ പേന ഞാൻ മാറ്റിയിട്ടുണ്ടോ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കൂ, തുടക്കക്കാര കാര്യമില്ല. ഒരു 3 മാസത്തിന് ഉള്ളിൽ വന്നിട്ടുള്ള തുടക്കക്കാര കാര്യമില്ല. 3 മാസത്തിന് ശേഷം ആർസിമില് 3 മാസത്തിന് ശേഷമുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ്, നിങ്ങളിട്ടിരിക്കുന്ന ചെരുപ്പ്, നിങ്ങളിട്ടിരിക്കുന്ന ഷൂ, നിങ്ങളിട്ടിരിക്കുന്ന ബെൽറ്റ്, നിങ്ങളിട്ടിരിക്കുന്ന ചുരിദാർ, നിങ്ങളിട്ടിരിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് പോലും ഏത് കമ്പനിയിലെയാണ്? നമ്മൾ GRC പറയുന്നു, ആർസിമിലൂടെ വിജയിക്കേണ്ട കാര്യങ്ങൾ പറയുന്നു, പക്ഷെ നമ്മൾ അത് പാലിക്കുന്നുണ്ടോ? TCG പറഞ്ഞിരിക്കുന്നത് ആർസിമിന്റെ മുതലാളിയാവാനുള്ള അവസരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർസിമിൽ ജോയിൻ ചെയ്ത ആളുകൾ എല്ലാവരും മുതലാളിയാണെന്ന് ആര് പറഞ്ഞിട്ടില്ല? TCG പറഞ്ഞിട്ടില്ല. പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ആർസിമിൽ ID എടുത്താൽ ഞാൻ ആർസിമിന്റെ മുതലാളിയാണെന്നാ. അത് പള്ളിയിൽ പറഞ്ഞാൽ മതി. അത് ഏത് പള്ളിയിലാണെന്ന് ചോദിക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പള്ളിയിൽ പറയാം. TCG പറഞ്ഞിരിക്കുന്നത് ആർസിമിന് ഒരു ID എടുത്ത് ആർസിമിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ആർക്ക് വേണമെങ്കിലും ആർസിമിന്റെ മുതലാളിയാവാം. ആർസിമിന്റെ മുതലാളിയായാൽ ഈ കമ്പനിയുടെ എല്ലാ ലാഭവിഹിതവും എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. നിങ്ങൾ ഒരു സോപ്പ് നിർമ്മിക്കുന്ന കമ്പനി നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഏത് സോപ്പ് ഉപയോഗിക്കാം? നിങ്ങളുടെ സോപ്പല്ലേ, നിങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്ന സോപ്പല്ലേ ഉപയോഗിക്കുക. കാരണം വിശ്വാസമുണ്ടെങ്കിൽ അതല്ല ഉപയോഗിക്കുക. വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള സോപ്പ് ഉപയോഗിക്കും. അത് നിങ്ങളുടെ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ കമ്പനി എപ്പോൾ കൂട്ടി നോക്കിയാണ്. ക്ലിയർ ആയോ? അതുകൊണ്ട് നമ്മളിലൂടെയാണ് വിശ്വാസം പ്രചരിക്കുന്നത്. നമ്മൾ ആർസിമിലെ ഡ്രസ്സ് ഉണ്ട് അതുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഒരാളോട് പറഞ്ഞാലോ? പല ആളുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല വീടുകളിലും നമ്മൾ ഉൽപ്പന്നങ്ങളുടെ സവിശേഷത പറയുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട്, അങ്ങനെ പല വീടുകളൊന്നും എനിക്ക് അനുഭവം ഉണ്ടായില്ല. വീട്ടിൽ ചെന്നിട്ട് നമ്മൾ സോഫയിൽ ഇരുന്ന് ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയും ആർസിമിൻ്റെ ഷർട്ട്, ബെൽറ്റ് ഉണ്ട്, സോക്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ പാൻറ് ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ അവർ സോക്സിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുന്നതാണ്. എന്താ കാരണം എന്നറിയോ? ആർസിമിൻ്റെ. അപ്പോൾ ഒരു ആർസിമിൻ്റെ ലേബല് ഞാൻ ചില വീട്ടിൽ ചെല്ലുമ്പോൾ ആ സോക്സിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ടൊന്ന് കയറ്റി വെച്ചിട്ട് പറയും. കാരണം എന്താണ്? ആ പറയുന്നതിലുള്ള വിശ്വാസത അവർക്കും കൂടി മനസ്സിലാവാനാണ്. ക്ലിയറായ? വല്യമ്മാവൻ്റെ കല്യാണം നിർത്തി ഷർട്ട് ഇട്ടത് ഇത് ആർസിമിൻ്റെ ഷർട്ടാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഒരടി ഞാനും എൻ്റെ കുടുംബവും പിന്നോട്ട് പോകില്ല എന്ന് ഉറച്ച തീരുമാനം ആരാണ് എടുക്കുന്നത് അവനുള്ളതാണ് ആർസിമിന്റെ വിജയം. ഈ സൗണ്ട് എടുത്താനുള്ള സൗണ്ട് ഇടില്ല. എന്താ കാരണം അറിയോ?